പിന്നെ നീ എല്ലാവർക്കും എന്തോ ജോലിയൊക്കെ ഇങ്ങനെ ഇതാക്കി ടൈം ടേബിൾ എന്തോ ഉണ്ടാക്കിയെന്ന് പറയുന്ന കേട്ടല്ലോ, എന്തുവാ? അത് ഞാൻ സരിതേനോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാ. ആ, അതെനിക്കറിയായിരുന്നു. പക്ഷെ അതിൽ നീ അമ്മയെ അങ്ങ് ഒഴിവാക്കി. അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ജോലി ചെയ്യിപ്പിക്കുവോ? നിന്റെ ആ ടൈം ടേബിൾ അമ്മയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയ ഒരു തുണി മടക്കി വെക്കുന്ന അങ്ങനെയൊക്കെ എഴുതി വെച്ചതാ. വിഷമാവില്ലേ? എന്ത് വിഷമം? എന്തെടുക്കുവാ ക്യൂടെക്സം പിടിച്ച്? ക്യൂടെക്സ് അത് പ്രകാശേട്ടൻ എനിക്ക് നൈൽ പോളിഷ് അടിച്ചിരുന്നായിരുന്നു. നാണമില്ലടാ നിനക്ക് പെണ്ണുങ്ങളുടെ കൈയാലും കാലും ഒക്കെ ക്യൂടെക്സ് ഇട്ട് കൊടുക്കാൻ. അതിന് എന്റെ ഭർത്താവ് എനിക്കല്ലേ ഇട്ടിരുന്നേ, നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊന്നല്ലല്ലോ ഇട്ട് കൊടുക്കുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യ്, എന്റെ കാലും കൂടെ ഇട്ട് തന്നേ. അമ്മയുടെ ഭർത്താവ് പണ്ട് നൈൽ പോളിഷ് അടിച്ചു തന്നായിരുന്നു ആ കാലിന്. പിന്നെ അങ്ങനെ അതല്ലേ പണി. അതാ അസൂയ. ഇപ്പൊ മനസ്സിലായില്ലേ? അസൂയ എനിക്കല്ല, നിന്റെ വീട്ടുകാർക്കാ. ആ ടൈം ടേബിൾ ഉണ്ടാക്കിയപ്പോഴേ ഞാൻ നിനക്ക് തോന്നി വെച്ചതാ. ടൈം ടേബിളെ ഞാൻ സരിതക്ക് ഒരു പണി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എല്ലാരും കൂടി വീട്ടിലെ പണിയെടുക്കണം. ഒരു ഇടിയുമില്ല. നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? പെണ്ണുമ്പിള്ളയുടെ കാലേലും കയ്യിലും ഒക്കെ കൂട്ടസിട്ടോണ്ടിരിക്കുന്നു. എന്റെ അമ്മ അവളുടെ കാലേ ക്യൂടെക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സോപ്പൊക്കെ ഇട്ട് ഒന്ന് റൊമാൻസ് ഒക്കെ കളിച്ച് ഞാൻ ഈ കാര്യം സഹായിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ. റൊമാൻസ് അവന്റെ പൊക്കണം. എന്ത് കഷ്ടം ഇത്. ഇനി ഈ ജമ്മത്ത് അവളോട് നീ റൊമാൻസ് കാണിച്ചാണ്ടല്ലോ, അറിയാലോ? റൊമാൻസ് ഇത്രയ്ക്ക് കുഴപ്പമുള്ള സംഗതിയാണ്. നിന്റെ പല്ലിനടിച്ചെറുപ്പിക്കൂടി. പിന്നെ അപ്പച്ചി പല്ലടിച്ചെറുപ്പിയാ വരും, എന്റെ കൈ അങ്ങ് മാങ്ങ ഉറക്കാൻ പോകും. നീ അല്ലേ എനിക്ക് രാവിലെ പത്രം കൊടുത്തത്? അതെ, എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി കൊണ്ടു തന്നല്ലേ നീ? പത്രം ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി കൊണ്ടുവരും, വായിക്കാനാണ് കൊണ്ടുവന്നേ. അല്ലെങ്കിൽ രാവിലെ നീ പത്രം കൊണ്ടുവന്ന തന്നപ്പോഴേക്ക് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു ഊടായിപ്പുണ്ട് അതിൽ നിന്ന്. പത്രത്തിലാ? പത്രത്തില് അല്ല, നിന്റെയില്. അപ്പച്ചിക്ക് എന്തിന്റെ ഏടാണ്? കുറെ നേരമില്ല. നീ എന്തുവാടി ഇതിൽ കാട്ടി വെച്ചേക്കണത്? നോക്ക്, എന്തുവാടി കാട്ടി വെച്ചേക്കണത്? ഇതിലെന്ത് കുന്തള്ളത്? കൊള്ളാലോ, താരെങ്ങനെ വെട്ടി വെച്ചേക്കണേ. കൊള്ളാന്നാ എടി എടി എടി, നിന്റെ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് നടക്കില്ല. രാവിലെ തന്നെ എന്റെ മൂട് കളഞ്ഞു. എന്റെ ദേഹം ഉപദ്രവിച്ചാണ്ടില്ല, എന്റെ സ്വഭാവം മോഹ ചീത്തയാണ്. എന്നെ തുടറായ നീ പെണ്ണെ. അപ്പച്ചി നേരത്തെ തലേ കയറാൻ വരരുത്. അമ്മയും മക്കളും കൂടെ എന്റെ തല കയറാൻ വന്നല്ലോ. അല്ലടി, കെട്ടിക്കാൻ പ്രായമായിട്ട് എങ്ങനെ അടി കൂടുന്നേ? ആ ചേച്ചി പറഞ്ഞോട്, ചേച്ചി അവളോട് ചോദിക്ക്, ഇങ്ങനെയാണോ കാണിച്ചു ചോദിക്കണേന്ന്? അല്ല, നിനക്കും ഒരു മോളിലേ കെട്ടിക്കാൻ പ്രായമുള്ളത്? എന്റെ മേത്ത് കയറി. അല്ല, എന്നിട്ട് നീ ഇവളോട് അടി കൂടുന്നേന്നാ ഞാൻ ചോദിച്ചു വരുന്നത്. ചേച്ചിയുടെ മോളെ മര്യാദക്ക് വളർത്തണമായിരുന്നു. ആണ് ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണത്. എനിക്കറിയില്ല അമ്മ, കൊറേ നേരെ ഒരു പത്രം കൊണ്ടുവന്നിട്ട്. ചേച്ചി ഇത് കണ്ട നോക്ക്. എനിക്ക് വായിക്കാൻ വേണ്ടി രാവിലെ കൊണ്ട് തന്നാണ്. എന്തൊരു സ്നേഹമായിരുന്നു, പതിവില്ലാണ്ട്. അമ്മ ഞാനൊന്നല്ല. പിന്നെ ആരാണ്? എനിക്കറിയില്ല. നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കളിയാക്കിയിട്ടല്ല ചെയ്യേണ്ടത്. അമ്മച്ചിക്ക് വല്ല ഓളമട്ടാണ്. അല്ല സരിത, നീ കണ്ട ഇവളാ ഇതിങ്ങനെ വെട്ടി മാറ്റിയതൊന്നും? കണ്ടില്ല, പക്ഷെ ഇവളാണ്. അല്ലെങ്കിൽ ഇവള് കൊണ്ടു തരേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. ഇവളല്ല. പിന്നെ ആര്? നിന്റെ അമ്മയായിരിക്കും. എന്റെ അമ്മയാ? എന്റെ അമ്മ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ വെട്ടി മാറ്റുന്ന ഹോബി ഉണ്ട്. രാവിലെ തന്നെ അമ്മ പുട്ട് കഴിക്കണ പകരം പത്രം പുഴുങ്ങി തിന്നാനുള്ള പതിവ്. അയ്യോ, അതല്ല മോളെ, നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ മരിക്കൂലേ, അപ്പൊ ചരമ ഓളത്തിൽ വാർത്ത വരും. അത് വെട്ടി മാറ്റി സൂക്ഷിച്ച് നോട്ട് ബുക്കിൽ ഒട്ടിച്ച് വെക്കുന്ന ഒരു ഹോബി നിന്റെ അമ്മയ്ക്ക് ഉണ്ട്. അപ്പൊ അമ്മയായിരിക്കും ഇത് ചെയ്തത്. ശരിക്കും അച്ഛമ്മയ്ക്ക് അങ്ങനത്തെ ഹോബിയൊക്കെ ഉണ്ടാ? അത് പ്രായമായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഹോബികളൊക്കെ വരും, അത് സർവ്വസാധാരണം. ഇനി സ്വന്തം മോളെ രക്ഷിക്കാൻ വേണ്ടി എന്റെ അമ്മയുടെ തല കയറിക്കോട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് നിന്റെ അമ്മയോട് ചോദിക്കും. ഞാൻ ചോദിക്കും. ചോദിച്ചിട്ട് വാ. ഞാൻ ചോദിക്കും. ഈ വീട്ടിലെല്ലാവരോടും ചോദിക്കും ഞാൻ. ഇനി എങ്ങാനും നീയാണത് ഗാനം ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഇടിച്ച് പരിപ്പാക്കും ഞാൻ. കാണിച്ചരാ പേപ്പർ കൊണ്ടുവന്നേ. പിന്നെന്താ, തലയ്ക്ക് നല്ല സുഖല്ലേ? അതൊക്കെ വിടും. നീ തലവേദനയുടെ മരുന്നുണ്ടോ നിങ്ങൾ എടുത്തോട്ടെ, എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു. തലവേദന കണ്ടിട്ട് തോന്നണല്ലോ തലവേദനയൊന്നും.
എന്നാ പിന്നെ തലയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്ക തലവേദനയാന്ന്. ഞാൻ നോക്കട്ടെ. ഇവിടെ എവിടെ കണ്ടപ്പോ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കറിയാൻ പാടില്ല. മേടിച്ചു വെച്ച സാധനം എവിടെയെങ്കിലും കാണുമോ? എന്താണ് കാണാത്ത?